26/7/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ സംഗമയുഗം വികർമ്മം വിനാശം ആക്കുവാനുള്ള യുഗമാണ്. ഈ യുഗത്തിൽ ഒരു വികർമ്മവും നിങ്ങൾ ചെയ്യുവാൻ പാടില്ല. പാവനം തീർച്ചയായും ആകണം. ചോദ്യം: അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ഏത് കുട്ടികൾക്കാണ് ഉണ്ടാകുവാൻ കഴിയുന്നത്? ഉത്തരം: ആരാണോ അവിനാശി ജ്ഞാനരത്നങ്ങളാൽ നിറഞ്ഞിരിക്കുന്നത് അവർക്ക് തന്നെയാണ് അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ കഴിയുന്നത്. ആര് എത്രത്തോളം ജ്ഞാനത്തെ ജീവിതത്തിൽ ധാരണ ചെയ്യുന്നുവോ അത്രയും ധനികരാകുന്നു. അഥവാ ജ്ഞാനരത്നങ്ങളുടെ ധാരണയില്ല എങ്കിൽ ദരിദ്രമാണ്. ബാബ നിങ്ങളെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിൻ്റെ ജ്ഞാനം നൽകി ത്രികാലദർശി ആക്കിക്കൊണ്ടിരിക്കുന്നു. ഗീതം: ഓം നമഃ ശിവായ. ഓം ശാന്തി. പാസ്റ്റ് ആയിരുന്നത് പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്താണോ പ്രസൻറ്റ് അത് പാസ്റ്റായി മാറും. പാസ്റ്റിൻ്റെ ഈ മഹിമ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. പുരുഷോത്തമം എന്ന വാക്ക് തീർച്ചയായും ചേർക്കണം. നിങ്ങൾ പ്രസൻറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നു. പാസ്റ്റിലെ മഹിമ എന്താണോ അതിപ്പോൾ പ്രാക്ടിക്കലിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഒരു സംശയവും കൊണ്ടുവരാൻ പാടില്ല. കുട്ടികൾക്കറിയാം, സംഗമയുഗവുമാണ് കലിയുഗത്തിൻ്റെ അന്തിമവുമാണ്. തീർച്ചയായും സംഗമയുഗം 5000 വർഷം മുമ്പ് പാസ്റ്റായി കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും പ്രസൻ്റാണ്. ഇപ്പോൾ ബാബ വന്നിരിക്കുന്നു. ഏതാണോ പാസ്റ്റായത് അത് തന്നെയായിരിക്കും ഫ്യൂച്ചറും. ബാബ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ സത്യയുഗത്തിൽ രാജ്യം നേടും. ഇപ്പോൾ സംഗമയുഗമാണ്. ഈ കാര്യം നിങ്ങൾ കുട്ടികളല്ലാതെ വേറെ ആരും അറിയുന്നില്ല. നിങ്ങൾ പ്രാക്ടിക്കലിൽ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അതിസഹജമാണ്. ചെറുതോ വലുതോ ആയ കുട്ടികൾ ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും ഒരു മുഖ്യമായ കാര്യം തീർച്ചയായും മനസ്സിലാക്കിച്ചു കൊടുക്കണം. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. വികർമ്മം വിനാശമാകേണ്ട സമയമാണ്. എന്നിരിക്കെ വീണ്ടും വികർമ്മം ചെയ്യുന്നവരായി ആരായിരിക്കും ഉണ്ടായിരിക്കുക? പക്ഷേ മായ വികർമ്മം ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കുന്നു. ചാട്ട കൊണ്ടുള്ള അടിയേറ്റു നമ്മളിൽ നിന്നും ഈ കടുത്ത തെറ്റുണ്ടായി. ബാബയെ പതീത പാവന വരൂ എന്ന് വിളിക്കുകയാണ്. എന്നിരിക്കെ ബാബ ഇപ്പോൾ വന്നിരിക്കുന്നു പാവനമാക്കുവാനായി. അപ്പോൾ പാവനമാകേണ്ടതല്ലേ? ഈശ്വരൻ്റെതായ ശേഷം പതീതമാകുവാൻ പാടില്ല. സത്യയുഗത്തിൽ എല്ലാവരും പവിത്രമായിരുന്നു. ഈ ഭാരതം തന്നെ പാവനമായിരുന്നു. ഇങ്ങനെ പാടുന്നുമുണ്ട്: വൈസ്ലെസ് വേൾഡ്, വിഷ്യസ് വേൾഡ്. അവർ സമ്പൂർണ്ണ നിർവികാരി, നമ്മൾ വികാരി. കാരണം നമ്മൾ വികാരത്തിലേക്ക് പോകുന്നു. വികാരം എന്ന പേര് തന്നെ വിഷ്യസിൻ്റെതാണ്. പതീതരാണ് വന്ന് പാവനമാക്കൂ എന്ന് വിളിക്കുന്നത്. ക്രോധെ വിളിക്കുന്നില്ല. ബാബയും പിന്നെ ഡ്രാമ പ്ലാൻ അനുസരിച്ച് വരുന്നു. അല്പം പോലും വ്യത്യാസം വരിക സാധ്യമല്ല. എന്താണോ പാസ്റ്റ് ആയത് അത് തന്നെ പ്രസന്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ അറിയുക. അതിനെയാണ് ത്രികാലദർശി എന്ന് പറയുന്നത്. ഇത് ഓർമ്മ വെക്കേണ്ടി വരും. ഇത് വളരെ പ്രയത്നമുള്ള കാര്യങ്ങളാണ്. ഓരോ നിമിഷവും മറന്നു പോകുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് എത്ര അതീന്ദ്രിയ സുഖം ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾ ഇവിടെ അവിനാശി ജ്ഞാനധനത്തിലൂടെ വളരെയധികം ധനികരായിക്കൊണ്ടിരിക്കുന്നു. ആർക്ക് എത്ര ധാരണയുണ്ടോ അവർ വളരെയധികം ധനികരാകുന്നു. എന്നാൽ പുതിയ ലോകത്തിലേക്ക് വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുവോ അത് ഫോർ ഫ്യൂച്ചർ, അതായത് പുതിയ ലോകത്തേക്ക് വേണ്ടിയാണ്. ബാബ വന്നിരിക്കുന്നത് പുതിയ ലോകം സ്ഥാപിക്കുവാനാണ്. പഴയ ലോകത്തിൻ്റെ വിനാശം ചെയ്യുവാനാണ്. കൃത്യമായി കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ തന്നെ സംഭവിക്കും. കുട്ടികളായ നിങ്ങളും കാണും. നാച്ചുറൽ കലാമിറ്റീസും ഉണ്ടാകണം.
earthquake ഉണ്ടായി സമാപ്തമായി. ഭാരതത്തിൽ എത്ര earthquake ഉണ്ടാകും? നമ്മളാണെങ്കിൽ പറയുന്നു, ഇതാകട്ടെ സംഭവിക്കുക തന്നെ വേണം. കഴിഞ്ഞ കൽപ്പത്തിലും സംഭവിച്ചു. അതിനാലാണ് സുവർണ ദ്വാരക താഴ്ന്നു പോയി എന്ന് പറയുന്നത്. കുട്ടികൾ ഇത് നല്ല രീതിയിൽ ബുദ്ധിയിൽ ഇരുത്തേണ്ടത് ആണ്. നമ്മൾ 5000 വർഷങ്ങൾക്ക് മുമ്പും ഈ നോളജ് എടുത്തിരുന്നു. ഇതിൽ അല്പം പോലും വ്യത്യാസമില്ല. ബാബ 5000 വർഷങ്ങൾക്ക് മുമ്പും നമ്മൾ അങ്ങിൽ നിന്നും സമ്പത്ത് എടുത്തിരുന്നു. നമ്മൾ അനേകം തവണ അങ്ങയിൽ നിന്നും സമ്പത്ത് എടുത്തിരിക്കുന്നു. അത് എണ്ണുക സാധ്യമല്ല. എത്ര തവണ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു, പിന്നീട് ഭിക്ഷുവാകുന്നു. ഈ സമയം ഭാരതം പൂർണ്ണമായും ഭിക്ഷുവാണ്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് എന്ന് നിങ്ങൾ എഴുതുന്നുമുണ്ട്. അവർ ഡ്രാമ എന്ന വാക്ക് പറയുന്നില്ല. അവരുടെ പ്ലാൻ തന്നെ അവരുടേതാണ്. നിങ്ങൾ പറയുന്നു ഡ്രാമ പ്ലാൻ അനുസരിച്ച് നമ്മൾ വീണ്ടും സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്നു 5000 വർഷം മുമ്പെന്ന പോലെ. കഴിഞ്ഞ കൽപ്പത്തിൽ ഏതൊരു കർത്തവ്യം ചെയ്തിരുന്നോ അത് തന്നെ ഇപ്പോഴും ശ്രീമത്തിലൂടെ ചെയ്യുന്നു. ശ്രീമത്തിലൂടെ തന്നെ ശക്തി എടുക്കുന്നു. ശിവശക്തി എന്ന നാമവുമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ശിവശക്തികൾ ദേവിമാരാണ്. അവരുടെ പൂജ ക്ഷേത്രങ്ങളിലും നടക്കുന്നു. നിങ്ങൾ തന്നെയാണ് ദേവിമാർ. അവർ വീണ്ടും വിശ്വത്തിൻ്റെ രാജ്യം നേടുന്നു. ജഗദംബയെ നോക്കൂ, എത്ര പൂജയാണുള്ളത്. അനേകം നാമം വെച്ചിരിക്കുന്നു. ഒന്ന് തന്നെയാണ്. ഏതുപോലെ ബാബയും ഒരേ ഒരു ശിവനാണ്. നിങ്ങൾ വിശ്വത്തെ സ്വർഗമാക്കി മാറ്റുന്നു. അതിനാൽ നിങ്ങളുടെ പൂജയുണ്ടാകുന്നു. അനേകം ദേവിമാരുണ്ട്. ലക്ഷ്മിയെ എത്ര പൂജിക്കുന്നു. ദീപാവലി ദിവസം മഹാലക്ഷ്മിയെ പൂജിക്കുന്നു. അത് ഹെഡായി. മഹാരാജാവിനെയും മഹാറാണിയെയും ചേർത്ത് മഹാലക്ഷ്മി എന്ന് പറയുന്നു. അതിൽ 2 പേരും വരുന്നു. നമ്മളും മഹാലക്ഷ്മിയെ പൂജിച്ചിരുന്നു. ധനം വർദ്ധിച്ചുവെങ്കിൽ മനസ്സിലാക്കും മഹാലക്ഷ്മിയുടെ കൃപയുണ്ടായി. ഇത്രമാത്രം. ഓരോ വർഷവും പൂജ ചെയ്യുന്നു. ശരി, ലക്ഷ്മിയോട് ധനം ചോദിക്കുന്നു. ദേവിയോട് എന്തു ചോദിക്കും? നിങ്ങൾ സംഗമയുഗി ദേവിമാർ സ്വർഗത്തിൻ്റെ വരദാനം നൽകുന്നവരാണ്. ദേവിമാരിലൂടെ സ്വർഗത്തിലെ എല്ലാ കാമനകളും പൂർത്തിയാകുന്നു എന്ന് മനുഷ്യർക്കറിയില്ല. നിങ്ങൾ ദേവിമാരാണല്ലോ. മനുഷ്യർക്ക് ജ്ഞാനദാനം നൽകുന്നു. അതിലൂടെ സർവ്വ കാമനകളും പൂർത്തിയാകുന്നു. രോഗമോ മറ്റോ ഉണ്ടാകുമ്പോൾ ദേവിമാരോട് പറയും, ഭേദമാക്കൂ, രക്ഷിക്കൂ. അനേകം പ്രകാരത്തിലുള്ള ദേവിമാരുണ്ട്. നിങ്ങൾ സംഗമയുഗത്തിലെ ശിവശക്തി ദേവിമാരാണ്. നിങ്ങൾ തന്നെയാണ് സ്വർഗത്തിൻ്റെ വരദാനം നൽകുന്നത്. ബാബയും നൽകുന്നു, കുട്ടികളും നൽകുന്നു. മഹാലക്ഷ്മിയെ കാണിക്കുന്നു. നാരായണനെ ഗുപ്തമാക്കുന്നു. ബാബ നിങ്ങൾ കുട്ടികളുടെ പ്രഭാവം എത്ര വർദ്ധിപ്പിക്കുന്നു. ദേവിമാർ 21 ജന്മത്തേക്ക് സുഖത്തിൻ്റെ സർവ്വ കാമനകളും പൂർത്തീകരിക്കുന്നു. ലക്ഷ്മിയോട് ധനം ചോദിക്കുന്നു. ധനത്തിന് വേണ്ടിയാണ് മനുഷ്യർ നല്ല തൊഴിലും മറ്റും ചെയ്യുന്നത്. നിങ്ങളെയാണെങ്കിൽ ബാബ വന്ന് മുഴുവൻ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. അളവറ്റ ധനം നൽകുന്നു. ശ്രീ ലക്ഷ്മി നാരായണന്മാർ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. ഇപ്പോൾ ദരിദ്രമാണ്. നിങ്ങൾ കുട്ടികൾക്കറിയാം രാജ്യം ഭരിച്ചു. പിന്നെ എങ്ങനെയാണ് പതുക്കെ പതുക്കെ ഇറങ്ങുന്ന കല ഉണ്ടാകുന്നത്. പുനർജന്മം എടുത്തെടുത്ത് കല കുറഞ്ഞു കുറഞ്ഞ് ഇപ്പോൾ നോക്കൂ എന്തവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇത് പുതിയ കാര്യമല്ല. ഓരോ 5000 വർഷത്തിനു ശേഷവും ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഭാരതം എത്ര ദരിദ്രമാണ്. രാവണ രാജ്യമാണ്. എത്ര ഉയർന്നതും നമ്പർ 1 ഇപ്പോൾ ലാസ്റ്റ് നമ്പറാണ്. ലാസ്റ്റിൽ വരാതെ നമ്പർ 1 എങ്ങനെ പോകും? കണക്കുണ്ടല്ലോ. ക്ഷമയോടെ വിചാരസാഗര മഥനം ചെയ്യുമെങ്കിൽ എല്ലാ കാര്യങ്ങളും തനിയെ ബുദ്ധിയിൽ വന്നുകൊള്ളും. എത്ര മധുരമധുരമായ കാര്യങ്ങളാണ്.
ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ മുഴുവൻ സൃഷ്ടിചക്രത്തെയും അറിഞ്ഞു കഴിഞ്ഞു. പഠനം സ്കൂളിൽ മാത്രമല്ല പഠിക്കുന്നത്. ടീച്ചർ ലെസൺ കൊടുക്കുന്നു വീട്ടിലിരുന്ന് പഠിക്കുന്നതിനായി. അതിനെ ഹോംവർക്ക് എന്ന് പറയുന്നു. ബാബയും നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ടി പഠനം നൽകുന്നു. പകൽ തൊഴിലും മറ്റും ചെയ്യൂ. ഉപജീവനം നടത്തേണ്ടതുണ്ടല്ലോ. അമൃതവേളയിലാകട്ടെ എല്ലാവർക്കും സമയമുണ്ട്. അതിരാവിലെ 2-3 മണിയുടെ സമയം വളരെ നല്ലതാണ്. ആ സമയം എഴുന്നേറ്റ് ബാബയെ സ്നേഹപൂർവ്വം ഓർമ്മിക്കൂ. ബാക്കി ഈ വികാരങ്ങൾ തന്നെയാണ് നിങ്ങളെ ആദി മധ്യ അന്ത്യം ദുഃഖിതരാക്കിയത്. രാവണനെ കത്തിക്കുന്നു, പക്ഷേ ഇതിൻ്റെയും അർത്ഥം അറിയുന്നില്ല. കേവലം പരമ്പരയായി രാവണനെ കത്തിക്കുന്നതിൻ്റെ സമ്പ്രദായം തുടർന്നു വന്നു. ഡ്രാമയനുസരിച്ച് ഇതും അടങ്ങിയിട്ടുണ്ട്. രാവണനെ കൊന്നുകൊണ്ടിരുന്നു, പക്ഷേ രാവണൻ മരിക്കുന്നതേയില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ അറിയുന്നു ഈ രാവണനെ കത്തിക്കുന്നത് എപ്പോൾ അവസാനിക്കും എന്ന്. നിങ്ങൾ ഇപ്പോൾ സത്യമായ സത്യനാരായണന്റെ കഥ കേൾക്കുന്നു. നിങ്ങൾക്കറിയാം, നമുക്കിപ്പോൾ ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ബാബയെ അറിയാത്തത് കാരണമാണ് എല്ലാവരും അനാഥരായിരിക്കുന്നത്. ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്ന ബാബയെ പോലും അറിയുന്നില്ല. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. പടികളിറങ്ങി തമോ പ്രധാനം ആകണം. അപ്പോഴാണ് വീണ്ടും ബാബ വരുന്നത്. പക്ഷേ സ്വയം തമോ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ബാബ പറയുന്നു, ഈ സമയം മുഴുവൻ വൃക്ഷവും ജീർണിച്ച അവസ്ഥയിലായിരിക്കുന്നു. ഒരാൾ പോലും സദോ പ്രധാനമല്ല. സദോ പ്രധാനമായവർ ഉള്ളത് ശാന്തിധാമത്തിലും സുഖധാമത്തിലുമാണ്. ഇപ്പോൾ തമോ പ്രധാനമാണ്. ബാബ തന്നെ വന്ന് നിങ്ങൾ കുട്ടികളെ അജ്ഞാന നിദ്രയിൽ നിന്നും ഉണർത്തുന്നു. നിങ്ങൾ പിന്നീട് മറ്റുള്ളവരെ ഉണർത്തുന്നു. ഉണർന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യർ മരിക്കുമ്പോൾ അവർക്കായി ദീപം തെളിയിക്കുന്നു, പ്രകാശത്തിലേക്ക് വരുവാൻ. ഇപ്പോൾ ഇത് ഘോര അന്ധകാരമാണ്. ആത്മാക്കൾക്ക് തിരികെ തൻ്റെ വീട്ടിലേക്ക് പോകുവാൻ സാധിക്കില്ല. ദുഃഖത്തിൽ നിന്നും മുക്തമായെങ്കിൽ എന്ന് ആഗ്രഹമുണ്ടാകുന്നു. പക്ഷെ ഒരാൾക്ക് പോലും മുക്തമാകുവാൻ സാധിക്കില്ല. ഏത് കുട്ടികൾക്കാണോ പുരുഷോത്തമ സംഗമയുഗത്തിൻ്റെ സ്മൃതി ഉണ്ടായിരിക്കുന്നത്, അവർക്ക് ജ്ഞാനരത്നങ്ങൾ ദാനം ചെയ്യാതിരിക്കുവാൻ സാധിക്കില്ല. ഏതുപോലെ മനുഷ്യർ പുരുഷോത്തമ മാസത്തിൽ വളരെയധികം ദാനപുണ്യങ്ങൾ ചെയ്യുന്നു, അതുപോലെ ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ നിങ്ങൾക്ക് ജ്ഞാനരത്നങ്ങളുടെ ദാനം ചെയ്യണം. ഇതും മനസ്സിലാക്കുന്നു. സ്വയം പരംപിത പരമാത്മാവാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ കാര്യമില്ല. ശ്രീകൃഷ്ണനാണെങ്കിൽ സത്യയുഗത്തിലെ ആദ്യത്തെ പ്രിൻസാണ്. പിന്നെ കൃഷ്ണൻ പുനർജന്മം എടുത്തു വരുന്നു. ബാബ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിൻ്റെയും രഹസ്യം മനസ്സിലാക്കിച്ചു തന്നു. നിങ്ങൾ ത്രികാലദർശിയാകുന്നു. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ത്രികാലദർശിയാക്കി മാറ്റുവാൻ സാധിക്കില്ല. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ബാബയിലാണുള്ളത്. ആ ഒന്നിനെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് പറയുന്നത്. ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ എന്നാണ് പാടിയിരിക്കുന്നത്. ആ ഒന്ന് രചയിതാവാണ്. ഹെവൻലി ഗോഡ് ഫാദർ എന്ന വാക്ക് വളരെ സ്പഷ്ടമാണ്. ഹെവൻ സ്ഥാപിക്കുന്നവനാണ്. ശിവജയന്തിയും ആഘോഷിക്കുന്നു. പക്ഷേ ആ ഒന്ന് എപ്പോൾ വന്നു, എന്തു ചെയ്തു, ഇതൊന്നും അറിയുന്നില്ല. ജയന്തി എന്നതിൻ്റെ അർത്ഥം പോലും അറിയില്ല. അപ്പോൾ പിന്നെ ആഘോഷിച്ചിട്ട് എന്തു ചെയ്യും? ഇതെല്ലാം ഡ്രാമയിലുള്ളതാണ്. ഈ സമയത്താണ് നിങ്ങൾ കുട്ടികൾ ഡ്രാമയുടെ ആദ്യ മധ്യ അന്ത്യത്തെ അറിയുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും അല്ല. പിന്നെ എപ്പോൾ ബാബ വരുമോ അപ്പോൾ തന്നെയാണ് അറിയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്മൃതി വന്നു കഴിഞ്ഞു. ഈ 84ന്റെ ചക്രം എങ്ങനെയാണ് തിരിയുന്നത്? ഭക്തി മാർഗത്തിൽ എന്താണ്? അതിലൂടെ ഒന്നും ലഭിക്കുന്നില്ല.
എത്ര ഭക്തരാണ് ആൾ തിരക്കിൽ തിക്കും തിരക്കും കൊള്ളാൻ പോകുന്നത്. ബാബ നിങ്ങളെ അതിൽ നിന്നും മോചിപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ശ്രീമത്തനുസരിച്ച് വീണ്ടും ഭാരതത്തെ ശ്രേഷ്ഠമാക്കിക്കൊണ്ടിരിക്കുന്നു. ശ്രീമത്തിലൂടെയാണ് ശ്രേഷ്ഠമാകുന്നത്. ശ്രീമത് സംഗമത്തിലാണ് ലഭിക്കുന്നത്. നിങ്ങൾ യഥാർത്ഥ രീതിയിൽ അറിയുന്നു നമ്മൾ ആരായിരുന്നു, പിന്നെ എങ്ങനെ ഇതായി. ഇപ്പോൾ വീണ്ടും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. പുരുഷാർത്ഥം ചെയ്ത് കുട്ടികൾ അഥവാ എപ്പോഴെങ്കിലും ഫെയിലാകുന്നു എങ്കിൽ ബാബയ്ക്ക് സമാചാരം നൽകും. ബാബ വീണ്ടും എഴുന്നേറ്റ് നിൽക്കുവാനുള്ള മുന്നറിയിപ്പ് നൽകും. ഒരിക്കലും ഫെയിലിയർ ഉണ്ടായി ഇരുന്നു പോകരുത്. വീണ്ടും എഴുന്നേൽക്കൂ, ഔഷധം കഴിക്കൂ. സർജൻ ഇരിക്കുകയല്ലേ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, 5-ാം നിലയിൽ നിന്നും വീഴുന്നതും 2-ാം നിലയിൽ നിന്നും വീഴുന്നതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. കാമവികാരം 5-ാം നിലയാണ്. അതിനാൽ ബാബ പറഞ്ഞിരിക്കുന്നു, കാമം മഹാശത്രുവാണ്. അത് നിങ്ങളെ പതീതമാക്കി മാറ്റി. ഇപ്പോൾ പാവനമാകൂ. പതീത പാവനായ ബാബ തന്നെ വന്ന് പാവനമാക്കുന്നു. തീർച്ചയായും സംഗമത്തിലാണ് ആക്കുന്നത്. കലിയുഗ അന്ത്യത്തിൻ്റെയും സത്യയുഗ ആദിയുടെയുമാണ് ഈ സംഗമം. കുട്ടികൾക്കറിയാം, ബാബ ഇപ്പോൾ തൈ നട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ മുഴുവൻ വൃക്ഷവും ഇവിടെ വളരും. ബ്രാഹ്മണരുടെ വൃക്ഷം വളരും. പിന്നീട് സൂര്യവംശി ചന്ദ്രവംശിയിലേക്ക് പോയി സുഖം അനുഭവിക്കും. എത്ര സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. ശരി, മുരളി ലഭിക്കുന്നില്ലെങ്കിൽ ബാബയെ ഓർമ്മിക്കൂ. ഇത് ബുദ്ധിയിൽ ഉറപ്പിക്കൂ. ശിവ് ബാബ ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ നമ്മളോട് പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വിഷ്ണുവിൻ്റെ കുലത്തിലേക്ക് പോകും. മുഴുവൻ ആധാരവും പുരുഷാർത്ഥത്തിന്മേലാണ്. കൽപ്പകൽപ്പങ്ങളിൽ എന്ത് പുരുഷാർത്ഥം ചെയ്തുവോ കൃത്യമായി അത് തന്നെ തുടരും. പകുതി കൽപ്പം ദേഹാഭിമാനിയായി. ഇപ്പോൾ ദേഹി അഭിമാനിയാകുന്നതിൻ്റെ പൂർണ്ണമായ പുരുഷാർത്ഥം ചെയ്യൂ. ഇതിലാണ് പ്രയത്നമുള്ളത്. പഠനമാണെങ്കിൽ സഹജമാണ്. മുഖ്യമായത് പാവനമാകുന്നതിൻ്റെ കാര്യമാണ്. ബാബയെ മറക്കുന്നത് വലിയ തെറ്റാണ്. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെയാണ് മറന്നു പോകുന്നത്. ശരീര നിർവഹണാർത്ഥം തൊഴിലും മറ്റും 8 മണിക്കൂർ ചെയ്യൂ. ബാക്കി 8 മണിക്കൂർ ഓർമ്മയിൽ ഇരിക്കുന്നതിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്യണം. ആ അവസ്ഥ വേഗത്തിൽ ഉണ്ടാകില്ല. അന്തിമത്തിൽ എപ്പോഴാണോ ഈ അവസ്ഥ ഉണ്ടാകുന്നത്, അപ്പോൾ വിനാശമുണ്ടാകും. കർമാതീത അവസ്ഥ ഉണ്ടായെങ്കിൽ പിന്നെ ഈ ശരീരം നിലനിൽക്കുക സാധ്യമല്ല, മുക്തമാകും. കാരണം ആത്മാവ് പവിത്രമായി കഴിഞ്ഞുവല്ലോ. എപ്പോഴാണോ നമ്പർ അനുസരിച്ച് കർമാതീത അവസ്ഥ ഉണ്ടാകുന്നത്, അപ്പോൾ യുദ്ധം ആരംഭിക്കും. അതുവരെയും റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കും. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ പുരുഷോത്തമ മാസത്തിൽ അവിനാശി ജ്ഞാനരത്നങ്ങൾ ദാനം ചെയ്യണം. അമൃതവേളയിൽ എഴുന്നേറ്റ് വിചാരസാഗര മഥനം ചെയ്യണം. ശ്രീമത്ത് അനുസരിച്ച് ശരീരനിർവാഹാർത്ഥം നടത്തുമ്പോഴും ബാബ ഏതൊരു ഹോംവർക്ക് നൽകിയോ അതും തീർച്ചയായും ചെയ്യണം. പുരുഷാർത്ഥത്തിൽ എപ്പോഴെങ്കിലും തടസ്സം വന്നു എങ്കിൽ ബാബയ്ക്ക് സമാചാരം നൽകി ശ്രീമത്തെടുക്കണം. സർജനെ എല്ലാം കേൾപ്പിക്കണം. വികർമ്മം വിനാശമാക്കേണ്ട സമയത്ത് യാതൊരു വികർമ്മവും ചെയ്യരുത്. വരദാനം: അഖണ്ഡ യോഗത്തിൻ്റെ വിധിയിലൂടെ അഖണ്ഡ പൂജ്യരാകുന്ന ശ്രേഷ്ഠ മഹാൻ ആത്മാവായി ഭവിക്കട്ടെ. ഇക്കാലത്ത് മഹാൻ ആത്മാക്കൾ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് അഖണ്ഡാനന്ദ തുടങ്ങിയ പേരുകൾ വയ്ക്കുന്നു. എന്നാൽ എല്ലാത്തിലും അഖണ്ഡ സ്വരൂപം താങ്കളാണ്.
ആനന്ദത്തിലും അഖണ്ഡം, സുഖത്തിലും അഖണ്ഡം. കേവലം സംഘദോഷത്തിൽ വരാതിരിക്കൂ. മറ്റുള്ളവരുടെ അവഗുണങ്ങൾ കണ്ടാലും കേട്ടാലും ഡോണ്ട് കെയർ ചെയ്യൂ. എങ്കിൽ ഈ വിശേഷതയിലൂടെ അഖണ്ഡ യോഗിയായി മാറും. ആരാണോ അഖണ്ഡ യോഗി, അവർ തന്നെയാണ് അഖണ്ഡ പൂജ്യർ ആകുന്നത്. അപ്പോൾ താങ്കൾ ഇങ്ങനെയുള്ള മഹാൻ ആത്മാക്കളാണ്. പകുതി കൽപ്പം സ്വയം പൂജ്യ സ്വരൂപത്തിലിരിക്കുന്നു. പകുതി കൽപ്പം താങ്കളുടെ ജഡചിത്രങ്ങളുടെ പൂജ ഉണ്ടാകുന്നു. സ്ലോഗൻ: ദിവ്യ ബുദ്ധി തന്നെയാണ് സൈലൻസിൻ്റെ ശക്തിയുടെ ആധാരം. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. ആർക്കാണോ തൻ്റെ സൂക്ഷ്മ ശക്തികളായ മനസ്സിനെയും ബുദ്ധിയെയും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നത്, അവർക്ക് മറ്റുള്ളവരെയും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നു. അതിനാൽ സ്വയം തൻ്റെ മേൽ കൺട്രോളിംഗ് പവറും റൂളിംഗ് പവറും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് യഥാർത്ഥ ഹാൻഡിലിംഗ് പവറായി മാറുന്നു. അജ്ഞാനികളായ ആത്മാക്കളെ സേവനത്തിലൂടെ ഹാൻഡിൽ ചെയ്താലും ബ്രാഹ്മണ പരിവാരത്തിൽ സ്നേഹസമ്പന്നവും സന്തുഷ്ടതാസമ്പന്നവുമായി പെരുമാറിയാലും രണ്ടിലും സഫലമാകും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. സമയത്തിൻ്റെ വിശേഷ മഹത്വം ബുദ്ധിയിൽ ഉറപ്പിച്ച് ഞാൻ ഒരു സെക്കൻഡിൽ അശരീരി ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി അശരീരി അവസ്ഥയിൽ ഞാൻ ശബ്ദത്തിനുപരി വേറിട്ട അവസ്ഥ അനുഭവിക്കുന്നു. മുക്തിധാമത്തിൽ നിന്നും കർമ്മക്ഷേത്രത്തിൽ വന്നതും അശരീരി ആയി തന്നെ. സദ്ഗുരുവായ ബാബയോടൊപ്പം മുക്തിധാമത്തിലേക്ക് ഈ കൽപ്പാന്ത്യത്തിൽ മടങ്ങേണ്ടതും അശരീരി ആയി തന്നെ. ദേഹവും ദേഹത്തിൻ്റെ ദേശവും മറന്ന് ഒരു സെക്കൻഡിൽ ഞാൻ അശരീരി ആത്മാവായി പരംധാം നിവാസിയാകുന്നു. ഓൾമൈറ്റി അതോറിറ്റിയായ ബാബയുടെ ഏകസ്മൃതിയിൽ യോഗയുക്തമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. മറ്റൊരു സങ്കല്പവുമില്ലാതെ ഈ അവസ്ഥയിൽ സൈലൻസിൻ്റെ ശക്തി ഞാൻ ശേഖരിക്കുന്നു. സർവബന്ധനമുക്ത സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. ഈ അശരീരി അവസ്ഥയിൽ സർവപ്രകാരത്തിലുള്ള ഉദാസീനതകളും വിഷമതകളും
അകലുന്നു. പരമാത്മാസ്മൃതിയിൽ എൻ്റെ മനസ്സ് യോജിച്ചിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ മസ്തകത്തിലെ ആത്മസിംഹാസനത്തിലേക്ക് കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവായി സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ പ്രഭു പ്രീതിയുടെ ആത്മീയ ഈണത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷത്താൽ നൃത്തമാടുന്നു. ഈ സന്തോഷത്തിൻ്റെ അലകൾ ഞാൻ മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുന്നു.